പൊട്ടോടി വാസു ഇറങ്ങി വാടാ. ധൈര്യം ഉണ്ട് ഇറങ്ങി വാടാ പന്നി. ഇറങ്ങി വാടാ പെട്ടെന്ന്. വെട്ടുന്നിനെ തുണ്ടം തുണ്ടമാക്കും. വാടാ. അവനെ കൊന്നു പാല് വിളിച്ചിട്ടുള്ളൂ. എടാ നീ എന്താ ഇവിടെ ആണാണേ വേടാ. എന്താ എന്താ ഇവിടെ അടിച്ചു പൊളിച്ചോണം. ആ പൊളിച്ചേക്കാ. നമ്മളോടെ കളി. എടാ നിന്നോട് പോകുമ്പോ പാല് ഇതുപോലെ ആയിരുന്നില്ല. 8 മാസം നീ അത് കൂടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇറങ്ങി. അതായത് ഞാനേ ചവിട്ടി എന്റെ മോൻ ഇത് കണ്ടാവുണ്ടല്ലോ. അവൻ 6 അടി 2 ഇഞ്ച് പൊക്കമാ. നിന്നെ അവൻ ഒറ്റയ്ക്ക് ഇടിച്ചാവുണ്ടല്ലോ. നീ 8 പ്രാവശ്യം പറ്റും. എന്റെ മാരുണ്ടല്ലോ 6 അടി 3 ഇഞ്ച് പൊക്കമാ. അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട. മാറി ഊരാ മതി. 27 പ്രാവശ്യം കുളിക്കും. ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഈ 5-6 ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ബോണ്ടൊക്കെ കയ്യും കാലും പറ്റ മാതിരിയായി. ഞാൻ പോണ ഫാമിലി. അപ്പൊ ഇയാളെ ഏത് ഫാമിലി? അല്ല ഇത് പഴംപൊരി. നീ എന്നെ ഒലത്തോടാ പട്ടി. ഞാൻ നിന്നെ ഒലത്തോടാ പട്ടി. ഇവരെ തല്ലി കൊന്നേ. സംശയമാണെന്ന്. കാരണം നിന്റെ മോന് 6 അടി 3 ഇഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയം. ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ടിരുന്ന് ഉറങ്ങാനും പറ്റൂല. പുളിച്ച സ്മെല്ല്, വളിച്ച സ്മെല്ല്. കള്ളടിച്ചാൽ വയറിനുള്ളിൽ എന്തൊരു സൗണ്ടാണ്. പുളിച്ച സ്മെല്ല്, വളിച്ച സ്മെല്ല്. എന്റെ കളര് വരുമ്പോൾ ദൈവങ്ങളെ നീരാടാ നീരാടുവാൻ എടുത്തു മറിഞ്ഞ് ഓളത്ത് മറിഞ്ഞ് എടുത്തു മറിഞ്ഞ്. നിന്റെ തള്ള എവിടണ? തള്ള വിളിക്കണ്. ആരാടാ? ഞാനാണ് എന്റെ കാർത്തേനി. ആ എന്താ പാത്തുമ്മ? തേയിലപ്പൊടി തീർന്നു പോയി. ഇവിടെ ഉണ്ടെങ്കിൽ ഇത്ര ഇങ്ങോട്ട് തന്നെ. അയ്യോ തേയില തീർന്നല്ലോ. കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം. ആ കാപ്പിപ്പൊടി എങ്കിൽ കാപ്പിപ്പൊടി ഇത്ര ഇങ്ങോട്ട്. ആ തരാം. പണ്ടാറോണ ഇത് തീർന്ന് ഇച്ചിരി കഞ്ഞിപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഓ വരാടാ കിടന്ന് കീറാതെ കൊണ്ടുവരാൻ. ആടി ഞാൻ പുറത്തോട്ട് പോവുക. മോനെ കുറക്കടെ പഴം കഞ്ഞി കൂടെ. അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ. ഈ അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ. ഇതിനൊക്കെ കൊടുത്ത് ഞാൻ മുടിഞ്ഞു. എന്റെ കർത്താവേ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായ ജന്മം. ഇത്തിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയേക്കുവാ. അതിനകത്ത് ഉണ്ടടാ, എടുത്ത് വിഴുങ്ങ്. നിന്റെ വല്ല ആൾക്കാരുണ്ടോടാ? കിടക്കണ കണ്ടുടല്ലേ.
അറിയിട്ട് വയ്യ. കാർത്തേനി നിന്റെ കെട്ടിയനും തേടി. അത് ഞാൻ എങ്ങാണ്ടോ വെട്ടാനോ തൊളിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തൊമ്മിച്ചേട്ടാ. ചേടാ നിന്റെ മതിലെല്ലാം തൊലിയും പൊളിഞ്ഞ് വന്നല്ലോ. ഇതൊക്കെ എന്റെ മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. മസിലേ നിന്റെ അമ്മയ്ക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പാ കേട്ടോ. പ്രേമിച്ച് കിട്ടിയല്ലേ ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കഥകള്. എടാ നിന്റെ ചരിത്രം കേക്കണോ? മനുഷ്യൻ രാവിലെ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ല. ജബ്ബാറേ നേരം വെളുത്തു കഴിഞ്ഞാ മനുഷ്യൻ പതിരാവില്ല പണിയാണ്. പാല് കൊണ്ട് നാടക കല്യാണം. കഥകിന് വീതിയില്ല. അല്ലാ ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച എന്റെ ഉരുളേടാ നിക്കാൻ. എടാ നിക്കാൻ അവിടെ നിക്കാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയ ഉള്ളിയൊന്നുമില്ലല്ലോ. കരക്കാരുടെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ. ഇടയ്ക്കാട്ടമ്പലത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയാ. വാപ്പ എന്ത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് വിറ്റാ നിനക്ക് ശാപം കിട്ടും. ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പല്ലേ, ശാപം വാപ്പല്ലേ മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിക്കരുത്. എനിക്ക് ഓടാൻ വയ്യ. പഴയ കൂട്ട് പിക്കപ്പ് ഇല്ല. നിന്റെ ഉമ്മാക്ക് അറിയാത്. ഇവിടെ നിന്നെ ഞാനൊന്ന് നീറ്റു കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നു വന്നല്ലടാ. നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനാ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്കൽ. അയ്യോ ഞാൻ കൊല്ലാൻ ഓടിച്ചല്ല. ഞാൻ കട്ടോണ്ട് വന്നല്ല. ഞാൻ കടയിൽ നിന്ന് ചുരുളി ആ തെണ്ട് കട്ടോണ്ട് ഓടി. നീ കട്ടോണ്ട് വന്ന ഉരുളി അവ അടിച്ചോണ്ട് പോയി. തെണ്ടി ആ തെണ്ട് കട്ടോണ്ട് പോയി. ആ ഉരുളി എവിടെ നിന്നാടാ? സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി നിന്നെ ഞാൻ ഉരുളിയാക്കാം. പാവം മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ. ശല്യം ചെയ്യണ്ട. അയ്യോ ഇവിടെ ഇരുന്നോട്ടെ. ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ, എന്താ കാര്യം? എന്താ കാര്യമൊന്നോ എനിക്ക് ഇപ്പൊ അറിയണം. എന്താണോ ഈ സാധനം നിന്റെ കയ്യില് ഇവിടെ എപ്പോ എന്തിനാ വന്നു? അയ്യോ അപ്പൊ ചേട്ടന്റെ അല്ലേ? ഇങ്ങനത്തെ ചോപ്പ് കളറുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂദേവി, എനിക്ക് ഇപ്പൊ അറിയണം. അവരെവിടെ? ആരെ? ആരാണോ? എന്റെ കോളോത്തൂന്ന് ഭഗവതിയാണ് സത്യം. ഞാനിത് തെളിയിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എവിടെയാ നാറി? അവനെ ജബ്ബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി ഞാൻ. അതിന് മാത്രം ഇവിടെ എന്താ എവിടെ അവൻ? സമരം ചെയ്യിക്കാൻ എന്റെ പൊന്നു പാത്തുമ്മ, ജബാർക്കെഴുത ഈ സാധനം അറിയാതെ എന്റെ കയ്യിൽ പെട്ടുപോയി. എന്റെ ഭർത്താനെ, എന്റെ കെട്ടിയ പോയേ, എന്റെ കെട്ടിയ പോയേ. ഇപ്പൊ മൂദേവി നിന്റെ കെട്ടിയാൻ ഈ സാധനം അങ്ങനെ അഞ്ച കുടിയിൽ വന്നത് എനിക്ക് സൂക്ഷിക്കാൻ കഴിയാത്തോണ്ടടി. സൂക്ഷിക്കാൻ കഴിവില്ല. വട്ടു വട്ടു വട്ട്. അപ്പോ എല്ലാരും പോ, വീട്ടിനകത്തോട്ട് കയറി പോടി. പൊടിയകത്തോട്ട് കയറി പോടി മൃണാളിനി. അല്ലെങ്കിൽ നീ ഇവിടെ നിന്നാലേ നിന്റെ സ്വഭാവം നന്നായി. ഞാനേ
എന്താ പറയുക എന്താ പറയുക? ഏയ്, ബഹളമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല ജബാറെ. ആ. അത് നമ്മുടെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. Don't cry, don't cry. ആ പിന്നെ ഒരു സാധനം കളഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. എന്ത് സാധനം? എന്താണെന്നോ? സ്കോണാൻ. Very nice to meet you. ഓക്കേ